കവിയും എഴുത്തുകാരനുമായ പി രാമചന്ദ്രന്റെ ഒരു കവിതയുണ്ട്. ലളിതം എന്നാണ് ആ കവിതയുടെ പേര്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിൻ്റെ ഒരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്ന കവിത. കഴിഞ്ഞ ദിനം ഇന്ത്യ ഒമാൻ മാച്ചിൽ സ്ഥാനക്കയറ്റം കിട്ടി ബാറ്റിംഗിനിറങ്ങി അപ്രതീക്ഷിതമായി റണ്ണൌട്ടായി നിരാശനായി പുറത്താവേണ്ടി വന്ന ഹാർദിക് പാണ്ഡ്യ ആ മത്സരം തിരിച്ചുപിടിച്ച് താൻ ഇവിടെയുണ്ട് എന്ന് അടയാളപ്പെടുത്തിയത് ഒരൊറ്റ ക്യാച്ചോട് കൂടിയാണ്. വിധി നിർണായകമായ ആ ക്യാച്ച് ഒരു ഘട്ടത്തിൽ ഒമാൻ എന്ന ലോക ക്രിക്കറ്റിലെ കുഞ്ഞന്മാർ ഇന്ത്യ എന്ന വൻ ശക്തിയെ വീഴ്ത്തുമെന്ന് തോന്നിച്ച ഘട്ടത്തിലായിരുന്നു ഹാർദിക്കിന്റെ ആ കിടിലൻ ക്യാച്ച് പിറന്നത്. അതൊരു മധുരമായ കൂവലായിരുന്നു. മത്സരത്തിലേക്ക് പെയ്തിറങ്ങിയ ഒരു തൂവലായിരുന്നു. താൻ ഈ മത്സരത്തിൽ ഇപ്പോഴും നെഞ്ചും വിരിച്ച് ആക്റ്റീവായി ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു, അടയാളപ്പെടുത്തലായിരുന്നു. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ബൗണ്ടറി ലൈനിലെ സിക്സറിലേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങിയ ആ ഒരു ക്യാച്ച്, ഹാർദിക്കിന്റെ ആ ഒരു ക്യാച്ച്, കിടിലൻ ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേനെ. ലോക ക്രിക്കറ്റിൽ ഒമാനോട് തോറ്റു എന്ന നാണക്കേട് എക്കാലത്തും ഉണ്ടായേനെ. എ മാച്ച് വിന്നിംഗ് ക്യാച്ച് ബൈ ഹാർദിക് പാണ്ഡ്യ. ശരിയാണ്, ഏഷ്യ കപ്പിലെ അവസാന ലീഗ് മത്സരത്തിൽ വലിയൊരു അട്ടിമറിയിൽ നിന്ന് തന്നെയാണ് കഷ്ടിച്ച് സൂര്യകുമാർ യാദവും സംഘവും രക്ഷപ്പെട്ടത്. ഇന്ത്യയുടെ ലോകോത്തര ബാറ്റിംഗ് നിര റൺസ് എടുക്കാൻ പാടുപെട്ട പിച്ചിൽ പരിചയസമ്പത്ത് തീരെ കുറഞ്ഞ അസോസിയേറ്റഡ് രാജ്യമായ ഒമാൻ ടീം വളരെ അനായാസമായാണ് ബാറ്റ് വീശിയത്. ചേസിംഗിൽ ഇന്ത്യ നൽകിയ 189 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാൻ വീറുറ്റ ബാറ്റിംഗ് പുറത്തെടുത്ത് 167 റൺസ് വരെ എത്തി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം കൂടിയാണ്. ഇന്ത്യക്ക് വീഴ്ത്താനായത് വെറും 4 വിക്കറ്റുകൾ മാത്രമാണ്. മത്സരശേഷം സൂര്യകുമാർ യാദവ് ഒമാനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളിലുണ്ട് എല്ലാം. യു ഗൈസ് പ്ലേഡ് ബെറ്റർ ക്രിക്കറ്റ് ടുഡേ, ഈവൻ ബെറ്റർ ദാൻ അതർ 2 ടീംസ് ഇൻ ദിസ് ഗ്രൂപ്പ്. മത്സരത്തിൽ ചേസിംഗിൽ അമീർ ഖലീമും 64 റൺസ്, ഹമാദ് മിർസയും 51 റൺസ് ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ ഇന്ത്യയെ നന്നായി തന്നെ വിറപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പേസർമാരെയും സ്പിന്നർമാരെയും കടന്നാക്രമിച്ച ഇരുവരും ഒമാനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഒരു ഘട്ടത്തിൽ എല്ലാവരും കരുതിയിരുന്നത്. കുൽദീപ് യാദവും അർഷദീപ് സിംഗും എല്ലാം സമ്മർദ്ദത്തിലാവുന്നതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. നമുക്കറിയാം, കുൽദീപ് യാദവ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ മുഖത്തടക്കം ആ സമയത്ത് തോൽവി നേരിടുമോ എന്ന ഭയം പ്രകടമായിരുന്നു. കാരണം ബാറ്റിംഗ് ഓർഡറിലും ബോളിംഗ് ഓർഡറിലും ഒക്കെയുള്ള അമിത പരീക്ഷണം, കഴിഞ്ഞ മത്സരത്തിലെ അമിത പരീക്ഷണം ടീമിന് വിനയാകുമോ എന്ന രീതിയിൽ അങ്ങനെ വിനയായിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരിക ക്യാപ്റ്റൻ സൂര്യ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ വൺ ഡൗൺ ആയി ഇറങ്ങിയ സൂര്യ ഈ മത്സരത്തിൽ ബാറ്റ് പോലും ചെയ്യാൻ ഇറങ്ങിയിരുന്നില്ല. അങ്ങനെ സൂര്യയുടെ മുഖത്ത് ഭയം ആ സമയത്ത് പ്രകടമായി നിൽക്കുന്ന സമയത്താണ് ഹാർദിക് പാണ്ഡ്യയുടെ കിടിലൻ ക്യാച്ച് ഈ മത്സരത്തിൽ പിറക്കുന്നത്. പരാജയ മുഖത്തു നിന്നും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് ഈ ഒരു മനോഹര ക്യാച്ചാണ്. 189 റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഒമാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ബാറ്റ് വീശിയത് എന്ന് ആദ്യത്തെ 10 ഓവറിലെ അവരുടെ ബാറ്റിംഗ് കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. വലിയ റിസ്കുകൾ എടുത്ത് വിക്കറ്റ് വലിച്ചെറിയുന്നതിന് പകരം ക്ഷമയോടെ ഇന്നിംഗ്സ് പടുത്തുയർത്തുകയായിരുന്നു അവർ ചെയ്തത്. വിക്കറ്റ് കാത്തു സൂക്ഷിച്ച ശേഷം അവസാനം ഗിയർ മാറ്റാനായിരുന്നു ഇവരുടെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നത്. ആദ്യത്തെ 2 വിക്കറ്റുകളിലും 50+ കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് ഒമാൻ ടീം ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചത്. ആദ്യ വിക്കറ്റിൽ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് ആമിർ ഖലീം സഖ്യം ടീം സ്കോറിലേക്ക് 56 റൺസാണ് കൂട്ടിച്ചേർത്തത്. രണ്ടാം വിക്കറ്റിലാവട്ടെ കലീം ഹമാദ് മിർസ സഖ്യം 93 റൺസും അടിച്ചെടുക്കുകയുണ്ടായി. അതോടെയാണ് ഇന്ത്യ പരാജയം മുന്നിൽ കണ്ടത്. ശിവൻ ദുബെ എറിഞ്ഞ 15-ാം ഓവറിൽ 16 റൺസും കുൽദീപ് യാദവിന്റെ അടുത്ത ഓവറിൽ 15 റൺസും കലീം മിർസ ജോഡി അടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. അതിനുശേഷമുള്ള അർഷദീപ് സിംഗിന്റെ 17-ാമത്തെ ഓവറിലാകട്ടെ 10 റൺസും അവർ നേടുകയുണ്ടായി. അതിനുശേഷം ഹർഷിദ് റാണയായിരുന്നു 18-ാം ഓവർ എറിയാനെത്തിയത്. 18-ാം ഓവറിലെ ആദ്യ 2 പന്തുകളിലും 4 അടിച്ചാണ് കലീം അദ്ദേഹത്തെ വരവേറ്റത്. ഇതോടെയാണ് ഒമാന് ജയിക്കാൻ 15 പന്തിൽ 40 റൺസ് എന്ന ഇക്വേഷൻ വന്നത്. ഇന്ത്യ പരാജയം മണത്തു തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു. ഹർഷിദിന്റെ അടുത്ത ബോളിൽ കലീമിന് റൺസ് എടുക്കാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്ത ബോളിലായിരുന്നു കളിയിലെ ടേണിംഗ് പോയിന്റ് പിറന്നത്. അമീർ കലീം 46 പന്തിൽ 64 റൺസുമായി ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു. ഓവറിലെ 4-ാം പന്തിൽ അമീർ ഹർഷിദ് റാണയെ സിക്സറിന് ശ്രമിക്കുന്നു. ഹർഷിദിന്റെ സ്ലോ ബോളിൽ പ്രതീക്ഷിച്ച ടൈമിംഗ് അമീറിന് ലഭിച്ചില്ല. ബൗണ്ടറി കടക്കുമെന്ന് തോന്നിച്ച പന്തിനെ മിന്നൽ വേഗത്തിൽ അവിടെ ഓടിയെത്തി ഡൈവിങ്ങിലൂടെ ഹാർദിക് പാണ്ഡ്യ ഒറ്റ കൈകൊണ്ട് കയ്യിലൊതുക്കുകയായിരുന്നു. തീർച്ചയായും ഒരു സിക്സർ ആവേണ്ടിയിരുന്ന ഷോട്ടായിരുന്നു അത്. ഹാർദിക് പാണ്ഡ്യ അവിശ്വസനീയമായ ക്യാച്ചിലൂടെ കൈക്കുള്ളിലാക്കിയപ്പോഴുള്ള ആ ഒരു ആരവം.
ഫൈൻ ലെഗിലേക്ക് മിന്നൽ വേഗത്തിൽ പറന്നെത്തിയ ബോൾ ഹാർദിക് തന്റെ വലതുവശത്തേക്ക് ഓടിയ ശേഷം ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ വെച്ചാണ് ഈ ഒരു റണ്ണിംഗ് ക്യാച്ചിലൂടെ ആ പന്ത് തന്റെ കൈക്കുള്ളിലേക്ക് എത്തിച്ചത്. ഓട്ടത്തിനിടെ അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടെങ്കിലും ബൗണ്ടറി ലൈനിൽ ചവിട്ടിയിരുന്നെങ്കിൽ അത് സിക്സർ വിളിച്ചനെ എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹം ബാലൻസ് ചെയ്തു, ആ ക്യാച്ച് കൃത്യമായി തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഒരു വർഷം മുമ്പ് 2024 T20 ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് നേടിക്കൊടുത്ത സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഹാർദിക്കിന്റെ ഒമാനെതിരായ ഈ ക്യാച്ച്. ഇതോടെ 46 പന്തിൽ 64 റൺസ് എടുത്ത കലീം പുറത്താകുന്നു. പുതുതായി എത്തിയ പുതിയ ബാറ്റർക്ക് അത്ര എളുപ്പം സ്കോർ ചെയ്യാവുന്ന പിച്ചായിരുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ കലീം മടങ്ങിയതോടെ ഒമാന്റെ സ്കോറിംഗ് വേഗതയും കുറയുന്നു. 19ാം ഓവറിൽ ഒരു 4 അടക്കം വെറും 6 റൺസ് മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. ഹാർദിക്കിന്റെ ആ ക്യാച്ച് ഒരുപക്ഷെ സിക്സർ ആയിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നാവുമായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. ഈ ക്യാച്ച് മുതലാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. അല്ലായിരുന്നെങ്കിൽ കുഞ്ഞന്മാരായ ഒമാനോട് ഇന്ത്യയുടെ വമ്പൻ നിര നാണം കെടുന്നതിന് ക്രിക്കറ്റ് ലോകം ഞെട്ടലോടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. ശരിക്കും ഈ മത്സരത്തിൽ ഇന്ത്യയുടെ റിയൽ ഹീറോ ആയത് ഹാർദിക് പാണ്ഡ്യയാണെന്ന് നിസ്സംശയം പറയാം. ബാറ്റിംഗിനിറങ്ങി 1 റൺസ് മാത്രമാണ് ഹാർദിക്കിന് നേടാൻ സാധിച്ചത്. അപ്രതീക്ഷിതമായി റണ്ണൌട്ടായി അദ്ദേഹം മടങ്ങുകയായിരുന്നു. ബോളിംഗിൽ പക്ഷേ 4 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് അദ്ദേഹം നേടുകയുണ്ടായി. പിന്നെയാണ് വിധി നിർണായകമായ ഈ ക്യാച്ചും അദ്ദേഹം എടുത്തത്. ഞാൻ ഇവിടെയുണ്ടെന്ന് അടയാളപ്പെടുത്തിയ, ഇനിയും ഉണ്ടാകുമെന്ന് അടയാളപ്പെടുത്തിയ ആ മനോഹരമായ ക്യാച്ച്. സ്റ്റെപ്പിംഗ് അപ്പ് ഫോർ ഹിസ് കൺട്രി എവറി ടൈം വെൻ ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ദിസ് ഈസ് ഹാർദിക് പാണ്ഡ്യ ഫോർ യു.